മാന്യപ്രേക്ഷകർക്ക് എല്ലാവർക്കും തിരുവോണ ആശംസകൾ. തിരുവോണം എന്ന് പറയുന്ന വിശേഷ ദിവസം മഹത്തരമായ ചൈതന്യങ്ങൾ നമ്മുടെ ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ ദേശീയ ഉത്സവം ആയതുകൊണ്ട് തന്നെ ആഹ്ലാദിക്കും, ഓണപ്പാട്ടുകൾ പാടും, സദ്യ ഉണ്ണും, പിന്നെ നമ്മുടേതായ ബന്ധുക്കളുടെ വീട്ടിൽ പോകും, അവിടെ ഇവിടെ പോകും, സിനിമയ്ക്ക് പോകും, ഉല്ലാസയാത്രകൾക്ക് പോകും, അങ്ങനെ നാനാവിധ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരാണ്. എന്നാൽ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് തെളിയിച്ച് കൃത്യമായ രീതിയിലുള്ള പ്രാർത്ഥനകൾ നടത്തുന്നത് ഈ ദിവസത്തിൻ്റെ ആ പൂർണ്ണതയെ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വീട്ടിലെ ഓരോ വ്യക്തികളുടെ ഐശ്വര്യമായിട്ട് കൂട്ടിയിണക്കാൻ വളരെ ഗുണപരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ചിലപ്പോൾ രാവിലെ നിലവിളക്ക് തെളിയിക്കുമെങ്കിലും വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ യാത്രയൊക്കെ ആയിട്ട് പുറപ്പെട്ടു പോകുമ്പോൾ അന്ന് വൈകുന്നേരം നിലവിളക്ക് തന്നെ തെളിയിക്കാൻ മറന്നു പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ ബന്ധുജനങ്ങളോടത്തൊക്കെ സംസാരിച്ചിരുന്നിട്ട് അന്ന് സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കാത്ത എത്രയോ കുടുംബങ്ങൾ ഉണ്ടെന്നറിയാമോ? ഒരു കാരണവശാലും സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കാൻ വിട്ടുപോകരുത്, അല്ലെങ്കിൽ ആ ദിവസം മാറ്റി വെക്കരുത് എന്നാണ് വിശ്വാസികളായിട്ടുള്ള ഓരോരുത്തർക്കും എനിക്ക് പറയാനുള്ളത്. ഇപ്പം വീട്ടിൽ എല്ലാവർക്കും അവിടെ നിന്ന് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. പക്ഷേ വിശ്വാസിയായിട്ടുള്ള ഒരാളെങ്കിലും നിന്ന് അന്നേ ദിവസം വൈകുന്നേരം നിലവിളക്ക് തെളിയിച്ചു വെച്ച് ഞാൻ പറയുന്ന വിധത്തിൽ പ്രാർത്ഥനകൾ നടത്തിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഈശ്വരാധീനം അനുനിമിഷം വർദ്ധിച്ച് വരുന്നതായിട്ട് കാണാം. നിങ്ങളിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ദിവസത്തെ ശക്തി ചൈതന്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത്, ഏത് മന്ത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ദിവസം പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ തിരുവോണ ദിവസം രാവിലെ, അത് ബ്രഹ്മമുഹൂർത്ത സമയത്ത് അല്ലെങ്കിൽ സൂര്യ ഉദിച്ചു വരുന്ന സമയത്തൊക്കെ നിങ്ങൾ നിലവിളക്ക് തെളിയിക്കും. അത് സ്വാഭാവികമായിട്ടും ഹൈന്ദവ ഭവനങ്ങൾ ചെയ്യുന്നതാണ്. മാത്രമല്ല, മുന്നിൽ പൂക്കളം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ പൂക്കളത്തിൻ്റെ നടുവിൽ നമ്മൾ നിലവിളക്ക് തെളിയിക്കാറുണ്ട്. എന്നാൽ വൈകുന്നേരം സമയത്തുള്ള മുഹൂർത്തം, ആ ടൈമിൽ നമ്മൾ കൃത്യമായ രീതിയിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വൈകുന്നേരം, അതായത് വൈകുന്നേരം 6:10-നും 6:40-നും ഇടയ്ക്കുള്ള സമയത്താണ് തിരുവോണ ദിവസം നമ്മൾ നിലവിളക്ക് തെളിയിക്കേണ്ടത്. 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുന്നത് ഏറെ ശുഭകരമാണ്. എന്നിട്ട് നെയ്യിട്ടാണ് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്നതെങ്കിൽ ഏറെ ഗുണകരമായിട്ടും പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ നല്ലെണ്ണയാണ് ഉപയോഗിച്ച് നിലവിളക്ക് തെളിയിക്കുന്നെങ്കിൽ ആ നല്ലെണ്ണയിൽ ഒരു നുള്ള് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് ആ ദിവസം തെളിയിക്കാമെങ്കിൽ ഏറെ ശുഭകരമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ ദിവസം നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ കളർ വസ്ത്രങ്ങൾ എടുത്ത് അണിഞ്ഞ് തെളിയിക്കുന്നതിനേക്കാളും കോടി വസ്ത്രങ്ങൾ, ശുഭ്രമായ വെളുത്ത വസ്ത്രങ്ങൾ, മുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നത് ഏറെ ഗുണകരമായിട്ട് കാണപ്പെടുന്നുണ്ട്. കൃത്യമായ രീതിയിൽ ദേവിയെ ഭജിച്ചുകൊണ്ട് വേണം ഈ നിലവിളക്ക് തെളിയിക്കാൻ. 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കാം. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് മാത്രം തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കാം. നിലവിളക്ക് തെളിയിക്കുമ്പോഴുള്ള ഒരു മന്ത്രമുണ്ട്. അത് 48 തവണ നമ്മൾ ജപിച്ച് പ്രാർത്ഥിക്കുകയും വേണം. മന്ത്രം ഞാനൊന്ന് എഴുതി കാണിക്കാം. ഓം ആയുർദേഹി ധനന്തേഹി വിദ്യാന്തേഹി മഹേശ്വരീ സമസ്തമഖിലം ദേഹി ദേഹിമേ പരമേശ്വരീ. മന്ത്രം ഒന്നുകൂടി. ഓം ആയുർദേഹി ധനം ദേഹി വിദ്യാം ദേഹി മഹേശ്വരീ സമസ്തമഖിലം ദേഹി ദേഹിമേ പരമേശ്വരീ. ഈ മന്ത്രം ചിലപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും സന്ധ്യാസമയത്തോ രാവിലെ സമയത്തോ ജപിച്ച് പോരുന്നതായിരിക്കാം. പക്ഷെ പലർക്കും ഈ മന്ത്രം യഥാവിധി ഈ സമയത്ത് ജപിക്കണം എന്നുള്ള കാര്യം അറിയില്ല. ഇനി നിത്യേന നിങ്ങൾ ജപിച്ച് പോരുന്ന ഒരാളല്ലെങ്കിൽ കൂടിയും തിരുവോണ ദിവസം വൈകുന്നേരം ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ പുണ്യങ്ങൾ കിട്ടും. ഇതിൻ്റെ പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ ഐശ്വര്യ സമ്പുഷ്ടീകരണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇന്നേരം ഉണ്ടാകും.
അപ്പോൾ നമുക്ക് സാമ്പത്തികപരമായിട്ട് കുറേയധികം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് എങ്ങനെ അതൊന്ന് തരണം ചെയ്തെടുക്കണമെന്ന് നമുക്ക് വലിയ പിടിയില്ല. എങ്കിലും അത് അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മന്ത്രം ജപിക്കാൻ വിട്ടുപോകരുത്. അതുപോലെ തൊഴിൽപരമായിട്ട് കർമ്മതടസ്സം, ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ കുറേയധികം പ്രയാസങ്ങൾ എന്ന് നമ്മൾ കരുതിയിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാക്കുവാൻ തിരുവോണ ദിവസം വൈകുന്നേരം ജപിക്കുന്ന ഈ മന്ത്രം കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ അതിശയോക്തിപരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. കാര്യം ആ സമയത്തിൻ്റെ ഒരു പവർ, ഒപ്പം തന്നെ ഈ മന്ത്രം അതിൽ ഉൾക്കൊള്ളുന്ന ശക്തി, ഇതെല്ലാം ചേർന്നിട്ടാണ് വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു സാധ്യത ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തിപുരസരം ഇതിലെ മന്ത്ര മാതാവ് എന്ന് പറയുന്നത് പരമേശ്വരിയാണ്, സാക്ഷാൽ പാർവതീ ദേവി. സാക്ഷാൽ പാർവതീ ദേവിയെ മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ഈ മന്ത്രം ജപിക്കാൻ എന്നുള്ളത്. ഈ മന്ത്രം 48 തവണ ജപിക്കുമ്പോൾ ചുവന്ന പുഷ്പങ്ങൾ, തെറ്റിപ്പൂവോ എന്നൊക്കെ പറയുന്ന പൂക്കളോ, ചെമ്പരത്തിയുടെ പൂവോ, ഏതെങ്കിലുമൊക്കെ ചുവന്ന പുഷ്പങ്ങൾ വിളക്കിന് മുന്നിലേക്ക് ഇട്ട് ജപിക്കുന്നത് വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. ഇനി ചുവന്ന പൂക്കൾ സിന്ദൂരം തൊട്ട് അല്ലെങ്കിൽ കുങ്കുമം തൊട്ട് അർപ്പിക്കുന്നതും ഇതിന് വളരെ നല്ലതാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഗുണകരമായിട്ടുള്ള ഒന്നായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയ്ക്കും ഓണക്കാലത്ത് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇക്കൊല്ലമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം സൃഷ്ടിക്കാൻ കാരണമാക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.